For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നടിയെ ആക്രമിച്ച കേസിൽ പ്രമുഖ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേസിന്റെ നാൾവഴികളെക്കുറിച്ചും എങ്ങനെയാണ് ഈ കേസ് ഇത്തരമൊരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണു, സംവിധായകൻ നാദിർ ഷായെയും മാനേജർ അപ്പുണ്ണിയെയും ഫോൺ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന നടൻ ദിലീപ് DGPക്ക് കഴിഞ്ഞ ഏപ്രിൽ 20 പരാതി നൽകിയിരുന്നു. ഇതോടെയാണ് കേസ് വീണ്ടും സജീവമായത്. പിന്നീട് സുനിൽ ജയിലിൽ നിന്ന് മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്തും പുറത്തായി. എന്നാൽ ദിലീപിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ജയിലിലേക്ക് ഒളിച്ചു കടത്തിയ മൊബൈൽ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിൽ നിന്ന് സുനിൽ നാദിർ ഷായെയും അപ്പുണ്ണിയെയും വിളിച്ചതായും തിരിച്ച് ജയിലിലേക്ക് സുനിലിന് ഇവരുടെ വിളിയെത്തിയതായും ഫോൺ രേഖകളിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 17 നടിയെ അങ്കമാലി അത്താണിക്ക് സമീപം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമം നടന്നത്. നടിയുടെ മുൻ ഡ്രൈവർ കൂടിയായ പൾസർ സുനി എന്ന സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം. ഓടുന്ന വാഹനത്തിനുള്ളിൽ നടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച അക്രമികൾ അതിന്റെ ദൃശ്യങ്ങളും പകർത്തിയ ശേഷം കൊച്ചി കാക്കനാട് ഭാഗത്ത് ഇറക്കിവിട്ടു. തുടർന്ന് നിർമ്മാതാവും നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിൽ നടി അഭയം തേടുകയായിരുന്നു. ഡ്രൈവർ മാർട്ടിൻ ആന്റണിക്കൊപ്പമാണ് നടി ലാലിന്റെ വീട്ടിലെത്തിയത്. നിർമ്മാതാവ് ആന്റോ ജോസഫ്, തൃക്കാക്കര MLA PT തോമസ് എന്നിവരെ വിവരമറിയിച്ച ലാൽ സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. സംഭവം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതികൾ വലയിലാവുകയും ചെയ്തു. അതിനാടകീയമായിട്ടാണ് മുഖ്യപ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്തതായി ശത്രുക്കൾ കുപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് നടൻ ദിലീപ് രംഗത്തെത്തിയിരുന്നു. മുഖ്യപ്രതി സുനിൽ കുമാർ എന്ന പൾസർ സുനിയുടെ മൊഴി മാറ്റങ്ങളാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. പണത്തിനു വേണ്ടി താനാണ് കുറ്റം ചെയ്തതെന്ന് ആദ്യം മൊഴി നൽകിയ സുനി 2 മാസം മുൻപാണ് ഗൂഢാലോചന സംബന്ധിച്ച വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത്. ആദ്യഘട്ടത്തിൽ സുനിലിന്റെ മൊഴി പോലീസ് മുഖവിലക്കെടുത്തില്ല. എന്നാൽ മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ അന്വേഷണ സംഘം നടൻ ദിലീപ്, സംവിധായകൻ നാദിർ ഷാ, ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവരെ ചോദ്യം ചെയ്തു. സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. പൾസർ സുനി ജയിലിൽ നിന്ന് നാദിർ ഷായെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടുവെന്ന വാർത്ത പുറത്തു വന്നതും ഇതോടെയാണ്. തുടർന്ന് നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും പരിശോധന നടത്തി. സുനിലിന്റെ മൊഴി അനുസരിച്ചാണ് ഇത് എന്നായിരുന്നു പോലീസ് നൽകിയ സൂചന. ദിലീപ് നായകനായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ജോർജേട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനിൽ സുനിൽ കുമാർ എത്തിയതിന്റെ തെളിവുകളും ലഭിച്ചതോടെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. ജയിലിലെ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ നൽകിയ വിവരങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി. അന്വേഷണ സംഘത്തിനിടയിൽ വേണ്ടത്ര ഏകോപനമില്ലെന്ന് സ്ഥാനമൊഴിഞ്ഞ DGP TP സെൻകുമാർ ആരോപിച്ചിരുന്നു. ഇത് വീണ്ടും കേസിനെ ജനശ്രദ്ധയിലെത്തിച്ചു. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ അറിവ് കൂടാതെ ദിലീപിനെയും നാദിർ ഷായെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനെതിരെയും വിമർശനമുയർന്നിരുന്നു. തുടർന്ന് ഞായറാഴ്ച DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. ഇതുവരെ ലഭിച്ച തെളിവുകൾ കോർത്തിണക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ അനുമതി ലഭിച്ചു. നടിയെ ഉപദ്രവിച്ച കേസിന്റെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും DGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. IG ദിനേന്ദ്ര കശ്യപ് കൊച്ചിയിൽ തന്നെ തുടർന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നും DGP നിർദ്ദേശം നൽകി. അന്വേഷണത്തിന് കൃത്യമായ ഏകോപനമുണ്ടാകണമെന്നും DGP നിർദ്ദേശം നൽകിയിരുന്നു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.